നമസ്കാരം. കടലാക്രമണം രൂക്ഷമായി തുടങ്ങിയ സാഹചര്യത്തിൽ കടലോരത്ത് താമസിക്കുന്ന ആളുകൾ പലതരം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ. ഇവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്? സർക്കാർ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് ചോദിച്ചറിയാം. കടലാക്രമണം കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ കടലാക്രമണം കണ്ടാണല്ലോ നമ്മൾ കൊല്ലത്ത് പോകേണ്ടി വരുന്നത്. അവിടെ പോകുമ്പോഴത്തേക്ക് അവരിപ്പോൾ വള്ളത്തിന്റെ കള്ളക്കോട്, വള്ളത്തിന്റെ കള്ളക്കോട് കാരണങ്ങൾ, മോഷണങ്ങൾ അവിടെ പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിരവധി ആൾക്കാർ ഇപ്പോൾ കൊല്ലത്താണ് പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പോകാത്തവരിൽ 2 ആഴ്ചയ്ക്ക് കൂടുതലായി ഇപ്പം 3-4 മരണം നടന്നു കഴിഞ്ഞു. അവരവരുടെ കുടുംബങ്ങൾ അനാഥയായിരിക്കും മരണത്തിനോടൊപ്പം. പിന്നെ മീനിന്റെ കാരണത്തിലും കുറവാണ്. മീൻ കാരണം കുറവ് തന്നെയാണ്. കാലവർഷ സമയത്ത് മാത്രമാണോ ഇങ്ങനെ കടൽ കയറുന്നത്? അല്ലാണ്ട് കാലവർഷ സമയത്ത് തന്നെയാണ് കടലേറ്റം. എപ്പോഴെങ്കിലും ഇവിടെ കടല് വീട് വരെ കയറിയ സാധ്യത ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകളാണ് കടലോരത്ത് താമസിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കടലാക്രമണങ്ങൾ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ക്രമീകരണങ്ങളല്ല, മറിച്ച് അവർക്ക് സന്തോഷപരമായി സമാധാനപരമായി ജീവിക്കാനുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. അത്തരം പ്രവർത്തികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെ സൈനിക നിമിത ജോസ്, S2 BGMC MGM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കണിയാമ്പലം.